കോഴിക്കോട് മെഡിക്കൽ കോളേജിനുള്ള മരുന്ന് വിതരണം നിർത്തിവെച്ചതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡയാലിസിസും പൂർണ്ണമായും നിലച്ചു. മരുന്ന് വിതരണം നിർത്തിവെച്ചിട്ട് ഒരാഴ്ച പൂർത്തിയായതോടെയാണ് ഇപ്പോൾ ഡയാലിസിസ് നിർത്തിവെക്കേണ്ടി വന്നത്. ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള മരുന്നും അനുബന്ധ ഉപകരണങ്ങളും പുറത്തുനിന്ന് വാങ്ങി നൽകുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നത്. ആശുപത്രിയിലെ ഫാർമസിയിൽ പല മരുന്നുകളും കിട്ടാതായതോടെ ആളുകൾക്ക് കൂടുതലും പുറത്ത് സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വലിയ പ്രതിസന്ധിയിൽ കടന്നു പോകുമ്പോഴും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും പ്രശ്നത്തിന് ശാശ്വതമായി പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഡിപ്പാർട്ട്മെന്റുകളൊന്നും പ്രവർത്തനക്ഷമമല്ല. ഇത് പാവപ്പെട്ട രോഗികളെ വലയ്ക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിനെ മറ്റുള്ള രോഗികൾക്ക് ആശ്രയിക്കാവുന്ന വിധത്തിൽ മാറ്റേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജിന്റെ ശ്രദ്ധാ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് ഇത്തരത്തിൽ പോയാൽ പാവപ്പെട്ട രോഗികൾ വലയുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇന്ന് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ മെഡിക്കൽ കോളേജിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തനക്ഷമമല്ല. അവിടെ ഒന്നും മരുന്നില്ല, മറ്റുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡയാലിസിസ് പോലും നിർത്തി. അത്തരത്തിൽ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് പാവപ്പെട്ട രോഗികൾക്ക് നേരിടുന്നത്. 75 കോടിയോളം കുടിശ്ശിക ഉള്ളതിനാൽ സർക്കാർ ഫണ്ട് അനുവദിക്കാതെ മെഡിക്കൽ കോളേജിന് വിഷയത്തിൽ ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയുണ്ട്. ക്യാൻസർ രോഗമടക്കമുള്ളവയ്ക്ക് ഇപ്പോൾ രോഗികൾ മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതിയാണ്. മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങളിൽ പലതും ഇപ്പോൾ തീർന്ന അവസ്ഥയിലാണ്. കൂടാതെ മെഡിക്കൽ കോളേജിലെ എല്ലാ ജീവൻ രക്ഷാ ശസ്ത്രക്രിയ വാർഡുകളിലെയും ഉപകരണങ്ങളും മരുന്നിന്റെയും സ്റ്റോക്ക് അവസാനിച്ചിട്ടുണ്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മെഡിക്കൽ കോളേജിന് ഇപ്പോൾ മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ കൈവശം എല്ലാവിധ മരുന്നുകളും ഇല്ലാത്തതാണ് പ്രശ്നം രൂക്ഷമാകുന്നത്. ഓർത്തോ വിഭാഗം നേരത്തെ തന്നെ എല്ലാവിധ ശസ്ത്രക്രിയകളും മാറ്റിവെച്ചിട്ടുണ്ട്. ഹൃദ്രോഗ വിഭാഗത്തിൽ വ്യാഴാഴ്ച മുതൽ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ളവയും മാറ്റിവെച്ചു. സർക്കാർ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ പാവപ്പെട്ട രോഗികളടക്കം വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.